ബി.ജെ.പിയുടെ സ്വന്തം ശശികല ടീച്ചർക്ക് ഈയിടെ നല്ല രീതിയിൽ ആശയദാരിദ്ര്യമാണ്. അത് പറയാൻ കാരണം പുള്ളിക്കാരി പടച്ചുവിടുന്ന വിവാദങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല എന്നതുകൊണ്ട് തന്നെ. വളച്ചുകെട്ടാതെ കാര്യത്തിലേക്ക് വരാം. വിവാദങ്ങൾക്കും വെറുപ്പിന്റെ പ്രചാരണങ്ങൾക്കും മറുപടിയായി സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം കേരളത്തിന്റെ മണ്ണിൽ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ വെച്ച് പ്രണയത്തിന്റെ പേരിൽ അകന്നു നിന്നിരുന്ന മോണോലിസ ഭോസ്ലെയും ഫർമാൻ ഖാനും കേരളത്തിൽ വെച്ച് വിവാഹിതരായി. കുംഭമേളയിലെ വൈറൽ സുന്ദരിയെ കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. വ്യത്യസ്ത മതവിഭാഗമായതിനാൽ വിവാഹത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെ കേരളത്തിൽ അഭയം തേടിയ ഭോസ്ലെയും കാമുകൻ ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം പൂവാർ അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിലാണ് നടന്നത്. ഇവർ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ മോണോലിസയുടെ പിതാവിന് വിവാഹത്തിന് സമ്മതമല്ലെന്നാണ് പറഞ്ഞത്. പോലീസ് ഇടപെട്ട് പ്രായപൂർത്തിയായ ഇരുവരുടെയും ഇഷ്ടത്തെ മാനിച്ച് മോണോലിസയെ സുഹൃത്തിനൊപ്പം വിടുകയും വിവാഹത്തിന് സഹായം ചെയ്യുകയുമായിരുന്നു. മോണോലിസ പിതാവിനൊപ്പം താമസിച്ചിരുന്ന വീട്ടുടമയായ ജയകുമാറിനെ പോലീസ് വിവരം അറിയിച്ചതോടെ അദ്ദേഹം ഇടപെട്ട് ക്ഷേത്രത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. മണിക്കൂറുകൾക്കുള്ളിൽ വിവാഹ പന്തലൊരുങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി A റഹീം എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിന് പുറത്തുള്ള ഗുരുമന്ദിരത്തിൽ വെച്ചായിരുന്നു വിവാഹം. വിവാഹശേഷം മോണോലിസയും ഫർമാൻ ഖാനും MV ഗോവിന്ദന്റെയും V ശിവൻകുട്ടിയുടെയും കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം തേടി. രണ്ട് സ്വതന്ത്ര വ്യക്തികളെന്ന നിലയിൽ അവർ ഒന്നിക്കുന്നുവെന്നായിരുന്നു ചടങ്ങിനെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ് എന്ന് സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് കേരളമാണ്. അങ്ങനെ അവർ കേരളത്തിൽ വന്നു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതാണല്ലോ ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യമെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ എല്ലാവർക്കും മതേതരത്വത്തിനും മനുഷ്യ സ്നേഹത്തിനും പേരുകേട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാം. ഇതാണ് കുട്ടികളുടെ ധൈര്യം. അവിടെ ആയിരക്കണക്കിന് പേർ സമ്മർദ്ദത്തിന് വിധേയമായി കഴിയുകയാണ്. കേരളം സ്വർഗമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ശിവൻകുട്ടി പറയുന്നുണ്ട്. ഇതാണ് സംഭവം. എന്നാൽ ഇത് ബി.ജെ.പിക്ക് വലിയ രീതിയിൽ ദഹിച്ചിട്ടില്ല. രണ്ടാളും രണ്ട് മതത്തിലുള്ളവരാണ് എന്നതാണ് ശശികലയെ ചൊടിപ്പിച്ചത്. ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം നോക്കാം. CPM പെട്ടോ എന്ന് ചോദിച്ചാണ് പോസ്റ്റ് തുടങ്ങുന്നത്. പയ്യൻ മുസ്ലിം, പെണ്ണ് ഹിന്ദു. എന്നിട്ട് CPM നേതാക്കളും അണികളും പറയുന്നു വിവാഹം നടന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന്. ഹിന്ദു മാരേജ് ആക്ട് 1955 അനുസരിച്ച് രണ്ടുപേരും ഹിന്ദു ആയാൽ മാത്രമേ വിവാഹം നിലനിൽക്കൂ. അല്ലെങ്കിൽ വിവാഹം നൾ ആൻഡ് വോയിഡ് ആണ്. ഇനി അതല്ല എങ്കിൽ മുസ്ലിം പയ്യൻ ഹിന്ദുവായി മതം മാറണം. അത് നടന്നിട്ടുണ്ടോ? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാത്രമേ ഇവരുടെ വിവാഹം നടക്കൂ. അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ മതത്തിലാകണം. ആരെങ്കിലും ഒരാൾ മതം മാറണം. നിയമപരമായി സാധുതയില്ലാത്ത വിവാഹമാണ് CPM നേതാക്കൾ നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത്. പെൺകുട്ടിക്ക് 18 വയസ്സായോ? ഇവർ പറയുന്നത് ആധാർ ഉണ്ട്, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഗോവിന്ദൻ മാഷും റഹീം സഖാവും ശിവൻകുട്ടി മന്ത്രിയും എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയെന്നാണ്. ആ ആധാർ ഒറിജിനൽ ആണോ? പെൺകുട്ടിയുടെ അമ്മ പറയുന്നു 17 വയസ്സെന്ന്. 1/1/2008 മോണോലിസയുടെ ജനന തീയതിയായി രേഖകളിൽ കാണുന്നത്. അതായത് ഇക്കഴിഞ്ഞ ജനുവരി 1-ാം തീയതിക്ക് 18 വയസ്സ് പൂർത്തിയായി. പക്ഷേ 18 ഇയർ ത്രഷ് വെച്ച് മാനിപ്പുലേറ്റഡ് ഏജ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡ് കൊടുക്കുന്ന സംഘങ്ങളുണ്ട്. സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വേഴ്സസ് അനൂപ് സിംഗ് കേസിൽ മധ്യപ്രദേശ് ഹൈക്കോടതി ആധാർ എന്നാൽ പ്രായം തെളിയിക്കുന്ന രേഖയല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും സമാനമായ വിധി പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ ആധാർ വകുപ്പ് തന്നെ ആധാർ പ്രായം തെളിയിക്കാനുള്ള രേഖയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപൊക്കെ ഫേക്ക് രേഖകളായിരുന്നുവെങ്കിൽ പലപ്പോഴും മാനിപ്പുലേറ്റഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി നൽകും. അതായത് പരിശോധിച്ചാൽ ഒറിജിനലായ രേഖ നൽകുന്ന സംഘങ്ങളുണ്ട്. ആവേശം നന്നല്ല ബാല. ഒന്നുകൂടി ഉത്തരേന്ത്യയുടെ സിറിയയാക്കി കേരളത്തെ മാറ്റിയതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് CPM ഒറ്റയ്ക്കെടുക്കുമോ അതോ ജിഹാദി സംഘടനകളുമായി പങ്കുവെക്കുമോ? ഇതാണ് ശശികല ടീച്ചറുടെ പോസ്റ്റ്.
പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം ഒന്നിപ്പിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാതെ നിയമപരമായി സംരക്ഷണം നൽകുക എന്ന നിലപാടാണ് കേരളത്തിലെ ഭരണകൂടവും സമൂഹവും സ്വീകരിച്ചത്. വിവാഹത്തെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. യുവതി പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും അവൾക്ക് സ്വന്തം ജീവിതം തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്നുമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംരക്ഷണം നൽകിയത്. തുടർന്ന് പ്രദേശവാസികളുടെ സഹകരണത്തോടെയും സാമൂഹിക നേതാക്കളുടെ സാന്നിധ്യത്തോടെയും വിവാഹ ചടങ്ങുകൾ നടന്നത് കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ മറ്റൊരു ഉദാഹരണം. ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞതും അത് തന്നെയാണ്. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ ജീവിതം ഒന്നിപ്പിക്കുമ്പോൾ അവരുടെ മതം നോക്കാതെ മനുഷ്യാവകാശത്തെ മാനിക്കുകയാണ് കേരളം ചെയ്തതെന്ന്. നിയമപരമായ നടപടികൾ പാലിച്ചുകൊണ്ടാണ് യുവതിക്കും യുവാവിനും സഹായം നൽകിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് സ്വന്തം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശമാണെന്നും നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം കേരളത്തെ ലക്ഷ്യമാക്കി വെറുപ്പിന്റെ രാഷ്ട്രീയം നടത്താനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. മതഭേദമന്യേ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന സാമൂഹിക സംസ്കാരമാണ് കേരളത്തിന്റെ ശക്തിയെന്നും അതാണ് രാജ്യത്തിന് മാതൃകയെന്നും ശശികല ടീച്ചർക്ക് അറിയില്ലേ? വിവാഹത്തിന് സമൂഹം മുഴുവൻ എതിരാകുമ്പോൾ ജീവനും ജീവിതവും അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുടെ എത്രയോ വാർത്തകൾ ദിവസവും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ആ വാർത്തയ്ക്ക് പിന്നാലെയും നിങ്ങൾ പ്രതികരിക്കാറുണ്ടല്ലോ. ആരുടെ കൂടെ ജീവിക്കണമെന്നുള്ളത് അവരുടെ അവകാശമാണ്, ചക്കിയാണ് മാങ്ങിയാണ് എന്നൊക്കെ. എന്തൊരു ഇരട്ടത്താപ്പാണ് ടീച്ചറെ. CPM നേതാക്കൾ ഈ വിവാഹം നടത്തിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര മാത്രം കലിപ്പ്? അത് മാറണമെങ്കിൽ ചിന്തകൾ ആദ്യം നന്നാവണം.